നമസ്കാരം. ഒരാളുടെ കലാപരമായ കഴിവുകളെ വളർത്തിയെടുക്കുക എന്നത് അത്ര മോശം കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരള പോലീസിൽ കലാകാരന്മാരായ ഉദ്യോഗസ്ഥരുടെ കഴിവുകൾ നമ്മൾ വാർത്തകളിലൂടെയും മറ്റും കണ്ടിട്ടുണ്ടാകാം. അത്തരം കഴിവുകളെ പോലീസും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്നാൽ അത്തരം ഒരു കാര്യം തന്നെ പുലിവാലായാൽ എന്തായിരിക്കും അവസ്ഥ? അതും ചെറുതല്ല, ശമ്പളം തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളെത്തി. ആലപ്പുഴയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആക്ഷേപഹാസ്യ കഥ എഴുതി. അത് കഴിഞ്ഞ് അതിന് കോണകവാൽ എന്ന് പേരിട്ടതാണ് പ്രശ്നമായത്. ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഗ്രേഡ് ASI M കൃഷ്ണകുമാറാണ് കഥ എഴുതി പണി വാങ്ങിയത്. സഹപ്രവർത്തകനായ തന്നെ അപമാനിക്കുന്നതാണ് കഥയെന്ന ആരോപണവും പരാതിയുമായി ഇതേ സ്റ്റേഷനിലെ SI മനോജ് രംഗത്ത് വന്നു. ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ശരിയല്ലെന്നാണ് മേലുദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. അച്ചടക്ക സേനയിൽ ഏറെ നാളായി ജോലി ചെയ്യുന്നയാൾ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കഥയുടെ പേര് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതാണെന്നും കണ്ടെത്തി. കൃഷ്ണകുമാറിന്റെ വിശദീകരണം തൃപ്തികരമായതുമില്ല. കഥയിലെ ഭാഷ അതിരുകടന്നതും പ്രാകൃതവുമാണെന്ന കണ്ടെത്തലിനൊടുവിൽ കൃഷ്ണകുമാറിന്റെ വാർഷിക ശമ്പള വർധനവ് 3 മാസത്തേക്ക് തടഞ്ഞു വെക്കാൻ ജില്ലാ പോലീസ് മേധാവി ഉത്തരവിടുകയായിരുന്നു. കഥയുടെ പേര് അശ്ലീലമല്ലെന്ന് സ്ഥാപിക്കാൻ കഥ എഴുതിയ ASI ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വിവരാവകാശ അപേക്ഷ നൽകിയെങ്കിലും വ്യക്തമായ മറുപടിയല്ല ലഭിച്ചത്. കഥയിൽ കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിച്ച് കൃഷ്ണകുമാർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചു. കോണകവാൽ എന്നത് അശ്ലീല പദമാണോ? അങ്ങനെ വ്യാഖ്യാനിക്കാമോ? വ്യാഖ്യാനിക്കാമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ത്? എന്നിവയായിരുന്നു വിവരാവകാശ ചോദ്യങ്ങൾ. എന്നാൽ കോണകവാൽ എന്ന ഒറ്റ പ്രയോഗത്തിനുള്ള അർത്ഥം ശബ്ദ താരാവലിയിലോ കേരള ഭാഷ നിഘണ്ടുവിലോ പരാമർശിക്കുന്നില്ല. രണ്ടിലും കോണകം, വാൽ എന്നിവയുടെ വെവ്വേറെ അർത്ഥങ്ങളാണുള്ളത്. ഒരു വാക്കിന്റെ അർത്ഥം നിർണ്ണയിക്കുന്നത് സന്ദർഭം കൂടി കണക്കിലെടുത്താണ്. ഏത് സന്ദർഭത്തിലാണ് പ്രയോഗിക്കുന്നത് എന്നറിഞ്ഞാലേ അർത്ഥം പറയാൻ കഴിയൂ എന്നായിരുന്നു മറുപടി.